നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ വണ്ടി, എൻ്റെ ഒരു സ്കൂട്ടി, യമഹയുടെ ഒരു ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടിയാണ്. സ്കൂട്ടി ഭയങ്കരമായിട്ട് കുണ്ടൊക്കെ ചാടുമ്പോൾ ഭയങ്കര ചാട്ടമായിട്ട് തോന്നും. അപ്പോൾ ചെറിയൊരു കുണ്ടാണെങ്കിലും വലിയ ചാട്ടമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടിക്ക് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ചെറിയൊരു വർക്ക്ഷോപ്പിൽ ഞാൻ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇതിൻ്റെ ഷോക്ക് ഒരു കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഷോക്ക് ഒരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ നല്ല റേറ്റ് വേണം. അപ്പോൾ മാറ്റണമെങ്കിൽ നല്ല റേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പട്ടാളത്തിൽ, നമ്മുടെ തൃശ്ശൂർ പട്ടാളത്തിൽ വില കുറവിന് സാധനങ്ങൾ കിട്ടാണ്ടല്ലോ, അപ്പോൾ അത് തപ്പിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ പട്ടാളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, മോനെ പട്ടാളത്തിൽ ചോദിക്കുന്നതിന് മുന്നേ നീ നിൻ്റെ ഷോക്ക് ഓബ്സറിനെ ഒന്ന് റീവൈൻഡ് ചെയ്യുക, അതായത് അതൊന്നും കൂടിയും സെറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ചെട്ടിയങ്ങാടിയിലൊരു ചേട്ടനുണ്ട്, സ്പെഷ്യലിസ്റ്റാണ്, അതായത് ഷോക്ക് ഓബ്സിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ആളോടൊന്ന് ചോദിച്ചു നോക്ക്, നീ കൂടുതൽ കാശ് ഇറക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചു നോക്കുക അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ ചേട്ടൻ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്, ഈ ചെട്ടിയങ്ങാടിയിൽ നിന്ന് കുറച്ച് നാളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആൾ ശക്തൻ സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു സ്ഥാപനം ഇട്ടിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അടുത്താണ് ചോദിച്ച് അന്വേഷിച്ച് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, എന്താ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആ ചേട്ടനോട് നമുക്ക് സംസാരിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്പ് കാണാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി കാണാം. അപ്പോൾ അതങ്ങനെ ഈ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ്. സെൻറ്റ് റാഫേൽ ഷോക്കപ്പ് റീകണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, വേണ്ട ഒരു ബോർഡ്. നമുക്കിവിടെ ഫുൾ അഡ്രസ്സ് ഉണ്ട് ഈ ബോർഡിൽ തന്നെ. ഷോപ്പ് സെൻറ്റ് റാഫേൽ ഷോക്കപ്പ് റീകണ്ടീഷൻ നിയർ സൺ ഹോസ്പിറ്റൽ, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശ്ശൂർ. എല്ലാവിധ ഷോക്കപ്പുകളും ഉത്തരവാദിത്തോടെ റീകണ്ടീഷൻ ചെയ്യുന്നു. കണ്ണംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതൊരു ഷോപ്പ് ഇതാണ്, നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ് ചേട്ടാ. എന്താ പിന്നെ വർക്കിലാണല്ലോ അല്ലേ? നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഷോക്ക് ഓബ്സിൻ്റെ ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ ആളൊന്ന് കാണാൻ കിട്ടുകയാണെങ്കിൽ. അതല്ലേ? നമസ്കാരം. നമ്മുടെ പേര് രാകേഷ് എന്നാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് വിജയ്. അപ്പോൾ നമ്മുടെ സ്കൂട്ടിക്ക് ഷോക്ക് ഓബ്സർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പട്ടാളത്തിൽ വന്ന് അന്വേഷിക്കുന്നതിന് മുന്നെയാണ് ശക്തൻ സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ പറഞ്ഞത്, ഇങ്ങനെ ചേട്ടിയങ്ങാടിയിൽ ചേട്ടൻ സ്പെഷ്യലായിട്ട് ചെയ്യണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ എന്നൊക്കെ. അപ്പോൾ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര വർഷമായി ഇങ്ങോട്ട് മാറ്റിയിട്ട്? മാറിയിട്ട് ഒരു 3 കൊല്ലം, 2020 ഇങ്ങോട്ട് മാറിയത്. മറ്റു അവിടെ ചെട്ടിങ്ങാടിയിൽ ഒരു 40 വർഷത്തോളം അപ്പച്ചനായിട്ടുള്ള ഞാൻ 10-20 കൊല്ലമായിട്ടുള്ള മാക്സിമം ഇതിൽ വർക്ക്. ശരി ശരി. ഇവിടെ പറയുമ്പോൾ ഇങ്ങോട്ട് മാറി നമ്മുടെ സ്വന്തം സ്ഥലമായി. ഇത് സ്വന്തം ബിൽഡിംഗ് ആണല്ലോ മാറിയത്. അപ്പൊ കൊറോണയുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ. ശരി ശരി ശരി. അപ്പോൾ ഞാനവിടെ വന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങോട്ട് മാറിയെന്ന് അറിഞ്ഞത്. നമ്മളവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഷട്ടർമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ റൂം അടഞ്ഞു കിടക്കുന്നതാണ്. ഓക്കെ ഓക്കെ. എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും അവിടെ നിന്ന് ഇപ്പോഴും നോക്കി ഇവിടെ വരുന്നുണ്ട്. ശരി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അങ്ങനെ എവിടെ ഇത് കിട്ടുമെന്ന്. അപ്പോൾ പറഞ്ഞു പട്ടാളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളത്തിൽ പോണതിന് മുന്നേ ഇങ്ങനെ ഒരു ചേട്ടനുണ്ട് ഇങ്ങനെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നീ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കി പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ആണല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ ഇടുന്നേക്കാളും നല്ലതല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കി നോക്കണം. അതിന് മുന്നേ എന്തായാലും ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തൊക്കെയാണ് പരിപാടികൾ? അതായത് പുതിയ ഷോക്ക് ഓബ്സർ പഴയത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പുതിയതില്ല, സെക്കൻഡ്സ് മാത്രം. ശരി. പരമാവധി പാർട്ടിക്കാർ കൊണ്ടുവരുന്നത് അത് റിപ്പയർ ചെയ്ത് കൊടുക്കും. ഇനി അഥവാ അത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സെക്കൻഡ്സ് എല്ലാ വണ്ടിയിലും ഉണ്ട്. നമ്മൾ സെക്കൻഡ്സ് റിപ്പയർ ചെയ്ത് അത് വാറന്റിയോട് കൂടി. നമ്മൾ ബൈക്ക് മാത്രമാണോ ചെയ്യുന്നത്? കാറും എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. കാർ എന്ന് പറയുമ്പോൾ ഒരു ഇതല്ല അങ്ങനത്തെ അല്ലേ, 4 വീലർ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ നമ്മൾ ചെയ്യോ? നമ്മൾ ചെയ്തായിരുന്നു. ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് പിന്നാക്കിട്ടേക്കാണ്. ശരി ശരി. മറ്റുള്ള പണികളുടെ തിരക്കുള്ള കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി. ബൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടികളും, ന്യൂ ജനറേഷൻ എല്ലാ വണ്ടികളും. കൂടുതൽ ഇപ്പൊ വരുന്നത് ഡ്യൂക്ക് എക്സ്പൾസ്. എന്നുവെച്ചാൽ ഡ്യൂക്കിന്റെ എക്സ്പൾസിനും 7000 രൂപയോളം ഷോക്കിന് വില വരുന്നുണ്ട്. കമ്പനി യാതൊരു വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അതൊരു 20,000 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴേക്കും അത് കംപ്ലൈന്റ് ആവാം. നമ്മളാണെങ്കിൽ 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 6 മാസം കഴിഞ്ഞ് പിറ്റേ ദിവസം കംപ്ലൈന്റ് വന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ശരി ശരി. വാറണ്ടി എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നതിനൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഷെൽഫിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ള അല്ലെങ്കിൽ ഏതൊക്കെ വണ്ടിയുടെ ആണെന്നുള്ള ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? ഇത് നമ്പറില്ലാത്തപ്പോഴത്തെ ബാറ്ററി വണ്ടികൾ വരുന്നുണ്ട്, അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ആ നീളത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് യമഹയുടെ വണ്ടിയിലാണ്. ഇത് വെസ്പെര ഇപ്പോഴത്തെ പുതിയ സ്കൂട്ടറില്ലേ അതിൻ്റെ. ഇത് ബജാജിൻ്റെ. ഇത് ആക്സസ്. ഇത് സ്കൂട്ടി പപ്പ്.
ഇത് മഹേന്ദ്രയുടെ ജീത്തോ എന്ന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് ആക്റ്റീവ. ഇത് ഈ മഹേന്ദ്രയുടെ ജീത്തോ എന്ന് പറയാ, അതായത് നമ്മുടെ ടാക്സിയുടെ ആണല്ലേ? അത് ശരി, ജീത്തോന്റെ. ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ ഇത് ഡ്യൂക്കിന്റെ 390 എന്ന് പറയും. ഇതിനൊക്കെയും 7000 രൂപയോളം പുതിയതിന് വരുന്നുണ്ട്. ഇത് യാതൊരു വാറണ്ടി കമ്പനി കൊടുക്കുന്നില്ല. ഇത് ഡ്യൂക്ക് 200. ശരി. ഇത് എഫ്സെഡ്, ഇതും എഫ്സെഡിന്റെ തന്നെ. ഇത് സുസുക്കിയുടെ ജിക്സർ. ഇത് ഹീറോയുടെ പാഷൻ. ഇത് പണ്ടത്തെ RX100 യമഹയുടെ. ഇത്രയും നമ്മുടെ റെഡിയിലുണ്ട്. ഇനിയും അതൊക്കെയാണ് ഒന്നുകൂടി ഭയങ്കര ഡിമാൻഡുള്ള പഴയ വണ്ടി. ഇനി നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെ വർക്ക് ചെയ്യാവുള്ള. ഇത് കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടല്ലോ അല്ലേ? ഇതാ രണ്ടെണ്ണം ഇരിക്കുന്നത്, ആ രണ്ട് വലിയ ടാറ്റാരെ വിങ്ങർ എന്ന് പറയും. ഏതാ ഈ ഇരിക്കുന്നത് അല്ലേ? ടാറ്റാരെ വിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ രണ്ടെണ്ണം ചെയ്യാൻ വന്നപ്പോൾ അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെയും ഭയങ്കര കോസ്റ്റ് വരുന്ന സാധനമാണ് പുതിയതിന്. ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? ഇതിന് 9000 രൂപയോളം വരും ഒരു ഷോക്കിന്. അപ്പോൾ പുതിയത് 9000 രൂപ കൊടുത്താലും നമുക്ക് ഓടിച്ചെന്നാൽ കിട്ടില്ല. ഇത് പഴയത് നമ്മുടെ അടുത്ത്, അതായത് ഇത് പണിയാൻ തന്നതാണോ അതവിടെ ഉള്ളതാണ്? ഇത് പണിയാൻ തന്നിട്ടുള്ളതാണ്. ശരി, വർക്കിന് തന്നിട്ടുള്ളതാണല്ലേ? ഇത് കഴിഞ്ഞോ? വർക്ക് കഴിഞ്ഞു? അത് കഴിഞ്ഞിട്ടുള്ള. ഓക്കെ ഓക്കെ, ശരി. ഇതിനും ഒക്കെ അപ്പൊ നമ്മള് ടിപ്പറിന്റെ ഒക്കെ ചെയ്ത് കൊടുക്കണ്ടല്ലോ? എല്ലാ വണ്ടിക്കും ചെയ്യും. അപ്പൊ ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ഫുള്ള് വർക്കൊക്കെ ചെയ്യുന്നത് അല്ലേ? നമുക്കിവിടെ സ്റ്റാഫുകളും ഉണ്ടല്ലേ? ഒരാളുണ്ടല്ലേ? ഒരു സ്റ്റാഫുണ്ട് നേരത്തെ അവിടെ. ശരി ശരി. നമ്മുടെ അപ്പച്ചനായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ശരി. അപ്പൊ പിന്നെ ചേട്ടൻ അത് ഏറ്റെടുത്തു. ഓക്കെ. പിന്നെ നമുക്ക് എവിടെ വർക്ക് ചെയ്യണമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? എന്തായാലും വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന്. ശരി ശരി. വർക്ക്ഷോപ്പ് ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്രമാണ്. ഇതൊക്കെ ഒരു കൗതുകല്ലേ, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നതൊക്കെ. സ്റ്റോക്ക് വേണ്ടതുണ്ട്. കാറുകളുടെ ഷോക്ക് ഒബ്സറുകൾ ഉണ്ട് അല്ലേ? അതായത് സെക്കൻഡ്സ്. ശരി, നമുക്കൊന്ന് കാണാം. ശരി ശരി. ഓക്കെ ഓക്കെ. ഇതിപ്പോ പഴയ കാറുകളുടെ സ്വിഫ്റ്റ്, എറ്റിയോസ്, എല്ലാ വണ്ടികളും ഉണ്ട്. ഷോക്ക് ഒബ്സർവർ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വന്നു കഴിഞ്ഞാൽ സാധനം ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. അതെന്താ വെച്ചാല് ആൾക്കാരുടെ ധാരണയിൽ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ശരി. അപ്പൊ നമ്മള് ഇതെല്ലാതും റിപ്പയർ ചെയ്യും. ഇത് നമ്മൾ സാധാരണ നാശമായി കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കണല്ലോ അല്ലെ? പുതിയത് മേടിച്ചിടുകയാണ്. ചിലർക്ക് അറിയില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഹോണ്ട സിറ്റി പുതിയതിലേക്കും 10,000-4,000 വരും. പക്ഷെ അതൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആർക്കും അറിയില്ല അത് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഹോണ്ട സിറ്റി, പിന്നെ വോൾസ് വാഗൻ, ഞാൻ തന്നെ എന്റെ വണ്ടിയുടെ നാശമായപ്പോഴാണ് അതാണ് നമ്മൾ പല ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ എടുക്കൽ കഴിഞ്ഞു. അല്ല, ഇതിപ്പോ ബൈക്കിന്റെ ഇപ്പൊ നല്ല വിലയുണ്ട്. ഇതിനും ഇപ്പൊ എറ്റിയോസിന്റെ ഒക്കെ ഒരു 3000 രൂപയോളം വരും. ഏറ്റവും റേഞ്ച് കുറഞ്ഞ വണ്ടിയുടെ 3000 രൂപയോളം വരും. അപ്പോ റേഞ്ച് കയറുന്നതനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാൻ പറ്റും? എനിക്കിപ്പോ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടാ ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അതിനെ കുറിച്ചിട്ടൊരു. ഇത് ടൊയോട്ടയുടെ എറ്റിയോസിന്റെ നമ്മള് 6 മാസം പ്രിപ്പയർ ചെയ്തിട്ട് 6 മാസത്തെ വാറന്റിയോട് കൂടിയാണ് ഇത് കൊടുക്കുന്നത്. ഇത് പലർക്കും അറിയില്ല, അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പലർക്കും അറിയില്ല. ശരി. നമ്മള് വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. വരുന്നുണ്ട്, കണ്ടമാനം ടാക്സിക്കാർ ചെയ്തു പോകുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണം നടക്കുന്നവരുണ്ട്. പുതിയതിന് 3 സംതിങ് വരുന്നുണ്ട്. എല്ലാവർക്കും പുതിയത് മേടിക്കാൻ എളുപ്പമുള്ള കേസല്ല. ശരി ശരി. 2 മേടിച്ചു. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വണ്ടി നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് ആവുകയാണെങ്കിൽ ശരിക്കും ഈ ഷോക്ക് ഓപ്ഷനൊക്കെ എന്തെങ്കിലും പറ്റുമോ? അത് വരും. ശരി. ഈ സാധനം ബെൻഡ് ആവും. ബെൻഡ് നമുക്ക് എടുക്കാം. അതും കംപ്ലൈന്റ് നമുക്ക് നന്നാക്കാന്നുള്ളതാണ് പറയുന്നത്. എടുക്കാന്നുള്ളതാണ്. അല്ലാണ്ട് ബെൻഡ് ആയാൽ എടുക്കാൻ പറ്റും. ശരി ശരി ശരി. പിന്നെ ഇതിൽ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ലതും വല്ല വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ? ഇപ്പോൾ കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് നമുക്ക് സ്വിഫ്റ്റിന്റെ മാരുതിയിലെല്ലാതും വരുന്നുണ്ട്. അത് സ്റ്റക്ക് വരുന്നുണ്ട്. ശരി. ഇത് സ്വിഫ്റ്റ്, ഹോണ്ട സിറ്റി, എറ്റിയോസിന് അതെ ഒരു സ്റ്റക്ക് വരുന്നുണ്ട്. ശരി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ ഇത് ജാമായിരിക്കണോ? ശരി. അപ്പോൾ ഇതും ആ ജാമും നമുക്ക് ക്ലിയർ ആയിട്ട് ഫ്രീ വർക്കിംഗ് ആക്കി എടുക്കാന്നുള്ളതാണല്ലേ? ഇത് കണ്ടമാനം കംപ്ലൈന്റ്. പക്ഷെ പലർക്കും അറിയില്ല ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള, പലർക്കും അറിയില്ല. ഇനിയിപ്പോ ഇത് കാണുന്നവർക്ക് എന്താന്നറിയാം സ്പെഷ്യല് ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തോരം ചാർജ് വരുന്നത്? ചാർജ് 800 രൂപ ചെയ്യാനായിട്ട്. അത്ര വരണല്ലോ. ഇതിപ്പോ സ്വിഫ്റ്റിന്റെ ആണ്. ഈ സ്വിഫ്റ്റിന്റെ ഇത് ചെയ്യാൻ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് 800 രൂപ ചാർജ് വരും. 800 രൂപ വരണല്ലോ. 6 മാസത്തെ വാറണ്ടി. ശരി ശരി. അപ്പൊ നമ്മളിത് മുഴുവൻ മാറ്റുകയാണെങ്കിലോ? അതായത് നമ്മൾ പുതിയത് മേടിക്കുമ്പോ ഒരു സൈഡിന് 3000 രൂപ.
GST കാര്യങ്ങളൊക്കെ വേറെ ചാർജ് അപ്പൊ നിങ്ങൾക്ക് 800 എന്നുള്ളത് 1000 തന്നാലും നമുക്ക് പ്രശ്നമില്ല. അതും തന്നെയല്ല, വാറണ്ടി അവര് കൊടുക്കണില്ല. ശരി ശരി, നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല, പുതിയതിന് വാറണ്ടി കൊടുക്കണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയത് എത്ര റേറ്റ് കൂടിയാലും ബൈക്കിന്റെ ആയാലും കാറിന്റെ ആയാലും ഒന്നിനും വാറണ്ടി ഇല്ല. ശരി ശരി. വാറണ്ടി ഇനി കംപ്ലൈന്റ് വന്നാലും നമ്മൾ 6 എന്നുള്ളത് 7 മാസം കംപ്ലൈന്റ് വന്നാലും നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. കംപ്ലൈന്റ് വരാറില്ല. പിന്നെ നമ്മൾ ഇതിന്റെ സീലുകളും സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. അതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ നമ്മളത് ചെയ്തു കൊടുക്കും. ശരി. അപ്പൊ പിന്നെ വിജയേട്ടൻ, ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ എല്ലാവരുടെയും കൂടുതൽ ഡൗട്ടുകൾ വരുന്നതെന്ന് പറയും. ഇതിനൊക്കെ എത്ര രൂപയാവും, എത്രയാണ് ഇതിന്റെ ചാർജ് എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിക്കാനുള്ള കാരണം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്പെയറിന്റെ ഒരു റേറ്റ് പറയാൻ ചേട്ടന് പറ്റുമോ? അല്ല, അത് പറയാം. പക്ഷെ നമുക്ക് റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുന്നതിന് നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. അത് വന്നാല് കണ്ടാലിനെ അതിപ്പോ അതിന്റെ കംപ്ലൈന്റ് കണ്ടിട്ടല്ലേ അറിയാം. ഇതിനിപ്പോ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഇതിന് 2000 വരും. ശരി, ചെയ്യാനായിട്ട്. ഓക്കെ. ഇതിന് 390 ഡ്യൂക്കിന്റെ 390 നമ്മുടെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 2000 റീകണ്ടീഷൻ ചെയ്യാൻ വരും. ഇനി സെക്കൻഡ്സ് ഇത് കൊണ്ടുപോകുമ്പോ 2500 വരും. ഇത് 2500 കൊടുക്കണതാണല്ലോ. അത് ശരി ശരി. പല വണ്ടികൾക്കും ഓക്കെ ഓക്കെ. ഞാനൊരു ഒരു സുമാർ ചോദിച്ചു മാത്രം. ഞാൻ തീരെ നമ്മൾ റേറ്റ് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോ അത് അറിയില്ലല്ലോ. ഞാനിപ്പോ പറയാത്ത ചിലപ്പോ നമ്മൾ പിന്നെ ആൾക്കാർ വന്ന് കാണും. ഇനിയിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്ക് പുറമേൽ കൊടുക്കുന്നേക്കാളും, അതായത് പുറമേ ഇതേപോലത്തെ വർക്ക് എവിടെയെങ്കിലും നടക്കണമെങ്കിൽ എനിക്കറിയില്ല, അപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റബിൾ ആണോ എന്നുള്ളത് അറിയാനാണ്. ആരും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ആരും അങ്ങനെ വാറണ്ടി കൊടുത്ത് ചെയ്യണത് വളരെ കുറവാണ്. നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നത് എന്നുള്ളത്, അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള ചാർജാണ് നമ്മൾ പറയണുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഈ ചാനലിന്റെ പേര് ടൈം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ചാനലിന്റെ പേര് പറഞ്ഞു വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. റൈറ്റില് ആയിക്കോട്ടെ, നമ്മുടെ കസ്റ്റമർ ആയിട്ടല്ലേ വരിക. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേര് പറയുകയാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷം. ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷോക്ക് ഓബ്സർ കംപ്ലൈൻ്റ് ആയിട്ട് ഞാനത് അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടിട്ടുള്ളൊരു ഷോപ്പാണത്. അപ്പോൾ ചേട്ടൻ നമ്മുടെ അടുത്ത് ഒരു ഇതെല്ലാം കാര്യങ്ങളും പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ചേട്ടൻ തന്നെ നമ്മുടെ ഈ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇത് ശക്തൻ ചാനൽ ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് വരും. ഇനി കുറുക്കഞ്ചേരി ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ മെട്രോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞ് സ്വല്പം ഫ്രണ്ട് പോകുമ്പോൾ 4 കൂടി ജംഗ്ഷൻ ഉണ്ട്. റൈറ്റ് തിരിയാ ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വണ്ടികളുടെയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ധൈര്യമായിട്ട് ഈ ഷോപ്പിൽ വരാം. എല്ലാ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.